ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 46-ാം അധ്യായത്തിൽ ജോഷുവയും കാലെബും എന്നും ന്യായാധിപന്മാർ സാമുവൽ എന്നും ഉള്ള രണ്ട് ശീർഷകങ്ങളാണുള്ളത്. ഇതിൽ ജോഷുവയെ കുറിച്ച് വിവരിക്കുന്നത് ഇപ്രകാരമാണ്: നൂനിന്റെ പുത്രൻ, യുദ്ധവീരൻ, പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമി, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകൻ. ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് ഇസ്രായേലിന് അവരുടെ അവകാശം നേടിക്കൊടുത്തു. അവന് മുൻപ് ഇത്ര ശക്തനായി ആരും നിലകൊണ്ടിട്ടില്ല. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തി. ഒരു ദിവസത്തിന് 2 ദിവസത്തെ ദൈർഘ്യമുണ്ടായി. വിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് കന്മഴ അയച്ച് അവനെ ഉത്തരമരുളി. പിന്നീട് ഇപ്രകാരമാണ് പറയുന്നത്: ബത്ഹോറോൺ ഇറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിക്കുകയും ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്നുള്ള വാക്യങ്ങളിൽ കാലേബിനെ കൂടി ഇവിടെ പരാമർശിക്കുന്നുണ്ട്. യെഫുന്നയുടെ പുത്രൻ കാലേബിനോടൊത്ത് ജോഷുവ സമൂഹത്തെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ ജോഷുവയും കാലേബും മാത്രമേ അവശേഷിച്ചുള്ളൂ. യെഫുന്നയുടെ പുത്രൻ കാലേബിനോടൊത്ത് ജോഷുവ സമൂഹത്തെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ ജോഷുവയും കാലേബും മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് കൊടുത്ത ശക്തി വാർദ്ധക്യം വരെ നിലനിന്നു. ഈ പറഞ്ഞവയിൽ നിന്നെല്ലാം കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി. രണ്ടാമത്തെ ശീർഷകം ഒരു ആശംസയോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ, കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ എന്നും അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ എന്നും 12-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നു. സാമുവേലിനെ കുറിച്ച് വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്: കർത്താവിന് പ്രിയങ്കരനും പ്രവാചകനുമായ സാമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമമനുസരിച്ച് സമൂഹത്തിൽ ന്യായം നടത്തി. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. ശത്രുക്കൾ എല്ലാ വശത്തും നിന്ന് ഞെരുക്കിയപ്പോൾ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. ടൈറിലെ ജനനേതാക്കളെയും ഫിലിസ്തീൻ ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുൻപായി സാമുവേൽ കർത്താവിൻ്റെയും ജനത്തിൻ്റെയും മുൻപാകെ സാക്ഷി നിർത്തി ഇപ്രകാരം പറയുന്നു. നിത്യനിദ്രയ്ക്ക് മുൻപായി സാമുവേൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ ജനത്തെ സാക്ഷി നിർത്തി ഇപ്രകാരം പറയുന്നു: ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല, ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിക്കുകയും ജനത്തിന് അവരുടെ ദുഷ്ടതയിൽ നിന്ന് രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിക്കുകയും ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിക്കുകയും ചെയ്തു. ഇനി ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ജോഷുവയുടെ പിതാവ് ആര്? ഉത്തരം: നൂൻ. അടുത്ത ചോദ്യം: യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നത് ആര്? ഉത്തരം: ജോഷുവ. അടുത്ത ചോദ്യം: പ്രഭാഷകൻ 46-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 20 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: പ്രഭാഷകൻ 46-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? അവ ഏവ? ഉത്തരം: 2 ശീർഷകങ്ങൾ, ജോഷുവയും കാലേബും, ന്യായാധിപന്മാർ സാമുവൽ. അടുത്ത ചോദ്യം: പ്രഭാഷകൻ 46-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ആരെക്കുറിച്ചാണ് പറയുന്നത്? ജോഷുവയെയും കാലേബിനെയും കുറിച്ച്. അടുത്ത ചോദ്യം: അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായിരുന്നു. ആര്? ജോഷുവ. അടുത്ത ചോദ്യം: ആരെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്താണ് ജോഷുവ അവരുടെ അവകാശം നേടിക്കൊടുത്തത്? ഉത്തരം: ഇസ്രായേലിനെ. അടുത്ത ചോദ്യം: ജോഷുവ തന്റെ നാമത്തിനൊത്ത് ഉത്തമനായ രക്ഷകൻ ആയിരുന്നത് ആർക്ക്? ഉത്തരം: ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. അടുത്ത ചോദ്യം: ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് ജോഷുവ ഇസ്രായേൽക്കാർക്ക് നേടിക്കൊടുത്തത് എന്ത്? ഉത്തരം: അവരുടെ അവകാശം. അടുത്ത ചോദ്യം:
നഗരങ്ങൾക്കെതിരെ വാൾ ഉയർത്തിയപ്പോൾ ജോഷ്വ എങ്ങനെയായിരുന്നു എന്നാണ് പ്രഭാഷകൻ 46:2 പറയുന്നത്. ഉത്തരം പ്രതാപശാലി. അടുത്ത ചോദ്യം, ആർക്കെതിരെ വാൾ ഉയർത്തിയപ്പോഴാണ് ജോഷ്വ എത്ര പ്രതാപശാലിയായിരുന്നു എന്ന് പ്രഭാഷകൻ 46:2 പറയുന്നത്? ഉത്തരം നഗരങ്ങൾക്കെതിരെ. അടുത്ത ചോദ്യം, അവന് മുൻപ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത് എന്നാണ് പ്രഭാഷകൻ 46:3 ചോദിക്കുന്നത്? ഉത്തരം ജോഷ്വായ്ക്ക് മുമ്പ്. അടുത്ത ചോദ്യം, ജോഷ്വ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത്? കർത്താവിന് വേണ്ടി. അടുത്ത ചോദ്യം, പ്രഭാഷകൻ 46:4 എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? 2 ചോദ്യങ്ങൾ. അടുത്ത ചോദ്യം, ആരുടെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ എന്നാണ് പ്രഭാഷകൻ 46:4 ചോദിക്കുന്നത്? ഉത്തരം ജോഷ്വായുടെ. അടുത്ത ചോദ്യം, ഒരു ദിവസത്തിന് എത്ര ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ എന്നാണ് പ്രഭാഷകൻ 46:4 ചോദിക്കുന്നത്? ഉത്തരം 2 ദിവസത്തെ. അടുത്ത ചോദ്യം, ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായ ഡാഷിനെ വിളിച്ചപേക്ഷിച്ചു എന്നാണ് പ്രഭാഷകൻ 46:5 പറയുന്നത്? ഉത്തരം അത്യുന്നതനെ. അടുത്ത ചോദ്യം, ജോഷ്വ ശക്തനായ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചത് എപ്പോൾ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ. അടുത്ത ചോദ്യം, ഉന്നതനായ കർത്താവ് ഡാഷ് അയച്ചവന് ഉത്തരമരുളി? ഉത്തരം ശക്തമായ കന്മഴ. അടുത്ത ചോദ്യം, ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷ്വ ശക്തനായ അത്യുന്നതനെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ ശക്തമായ കന്മഴ അയച്ച് അവന് ഉത്തരമരുളിയത് ആര്? ഉത്തരം ഉന്നതനായ കർത്താവ്. അടുത്ത ചോദ്യം, ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴ അയച്ച് ജോഷ്വായ്ക്ക് ഉത്തരമരുളി. ആ ജനതയെ അവൻ എന്ത് ചെയ്തു? ഉത്തരം യുദ്ധത്തിൽ കീഴടക്കി. അടുത്ത ചോദ്യം, ഏത് ഇറക്കത്തിൽ വച്ചാണ് ജോഷ്വ ശത്രുക്കളെ നശിപ്പിച്ചത്? ഉത്തരം ബത്ത്ഹൊറോൻ. അടുത്ത ചോദ്യം, ബത്ത്ഹൊറോൻ ഇറക്കത്തിൽ വച്ച് ജോഷ്വ ശത്രുക്കളെ നശിപ്പിച്ചപ്പോൾ ജനതകൾ കണ്ടത് എന്ത്? ജോഷ്വായുടെ സേനാബലം. അടുത്ത ചോദ്യം, ബത്ത്ഹൊറോൻ ഇറക്കത്തിൽ വെച്ച് ജോഷ്വ ശത്രുക്കളെ നശിപ്പിച്ചപ്പോൾ ജനതകൾ അവൻ്റെ സേനാബലം കാണുകയും ആരുടെ സന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു? ദൈവസന്നിധിയിൽ. അടുത്ത ചോദ്യം, ഡാഷിനെ ജോഷ്വ പൂർണ്ണമായി പിൻചെന്നു? ശക്തനായവനെ. അടുത്ത ചോദ്യം, മോശയുടെ കാലത്ത് ആരാണ് ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചത്? ഉത്തരം ജോഷ്വ. അടുത്ത ചോദ്യം, ആരുടെ പുത്രനാണ് കാലേബ്? ഉത്തരം യെഫുന്നയുടെ. അടുത്ത ചോദ്യം, ജോഷ്വ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ട് ജനതയെ എന്തിൽ നിന്നാണ് പിന്തിരിപ്പിച്ചത്? ഉത്തരം പാപത്തിൽ നിന്ന്. അടുത്ത ചോദ്യം, ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 6 ലക്ഷം യോദ്ധാക്കളിൽ എത്ര പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്നാണ് പ്രഭാഷകൻ 46:8 കാണുന്നത്? ഉത്തരം 2 പേർ, ജോഷ്വ, കാലേബ്. അടുത്ത ചോദ്യം, കർത്താവ് കാലേബിന് ഡാഷ് കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു? ഉത്തരം ശക്തി. അടുത്ത ചോദ്യം, അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി ആര്? ഉത്തരം കാലേബ്. അടുത്ത ചോദ്യം, കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഡാഷും മനസ്സിലാക്കി? ഉത്തരം ഇസ്രായേൽക്കാരും. അടുത്ത ചോദ്യം, ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് എത്ര യോദ്ധാക്കളിൽ 2 പേർ മാത്രം അവശേഷിച്ചുള്ളൂ എന്നാണ് പ്രഭാഷകൻ 46:8 കാണാൻ കഴിയുന്നത്? ഉത്തരം 6 ലക്ഷം. അടുത്ത ചോദ്യം, അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ആരുണ്ട് എന്നാണ് പ്രഭാഷകൻ 46:11 സൂചിപ്പിക്കുന്നത്? ഉത്തരം ന്യായാധിപന്മാർ. അടുത്ത ചോദ്യം, പ്രഭാഷകൻ 46-ാം അധ്യായം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങളുടെ ശീർഷകം എന്ത്? ഉത്തരം ന്യായാധിപന്മാർ സാമുവൽ. അടുത്ത ചോദ്യം, എങ്ങനെയുള്ള ഹൃദയത്തോടു കൂടിയ അനേകം ന്യായാധിപന്മാർ ഉണ്ടെന്നാണ് പ്രഭാഷകൻ 46:11 കാണുന്നത്? അവിശ്വസ്തത അറിയാത്ത. അടുത്ത ചോദ്യം, ആരിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാർ ഉണ്ട് എന്നാണ് പ്രഭാഷകൻ 46:11 കാണാൻ കഴിയുന്നത്? ഉത്തരം കർത്താവിൽ നിന്ന്. അടുത്ത ചോദ്യം, അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്, അവരുടെ സ്മരണ എന്തായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 46:11 പറയുന്നത്? ഉത്തരം അനുഗ്രഹീതമായിരിക്കട്ടെ. അടുത്ത ചോദ്യം,
അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത ന്യായാധിപന്മാരുടെ ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾക്ക് എന്ത് സംഭവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 46:12 കാണാൻ സാധിക്കുന്നത്. ഉത്തരം: നവജീവൻ പ്രാപിക്കട്ടെ. അടുത്ത ചോദ്യം: സമ്പന്നനായ ന്യായാധിപന്മാരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 46:12 പറയുന്നത്. ഉത്തരം: പുത്രന്മാരിലൂടെ. അടുത്ത ചോദ്യം: കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനും ആയിരുന്നത് ആര്? ഉത്തരം: സാമുവൽ. അടുത്ത ചോദ്യം: കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ സാമുവൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ എന്ത് ചെയ്യുകയും ചെയ്തു? അഭിഷേചിക്കുകയും ചെയ്തു. അടുത്ത ചോദ്യം: ആരുടെ നിയമം അനുസരിച്ചാണ് സാമുവൽ സമൂഹത്തിൽ ന്യായം നടത്തിയത്? കർത്താവിൻ്റെ. അടുത്ത ചോദ്യം: പ്രഭാഷകൻ 46:14 അനുസരിച്ച് കർത്താവ് ആരെ സംരക്ഷിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം: യാക്കോബിനെ. അടുത്ത ചോദ്യം: ഡാഷ് നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു? ഉത്തരം: വിശ്വസ്തത. അടുത്ത ചോദ്യം: വാക്കുകളിലൂടെ വിശ്വസ്തനായ ദീർഘദർശിയായി അറിയപ്പെട്ടത് ആര്? സാമുവൽ. അടുത്ത ചോദ്യം: സാമുവൽ എങ്ങനെയുള്ള ദീർഘദർശിയായാണ് അറിയപ്പെട്ടത്? ഉത്തരം: വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശി. അടുത്ത ചോദ്യം: ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ സാമുവൽ വിളിച്ചപേക്ഷിച്ചത് ആരെ? ശക്തനായ കർത്താവിനെ. അടുത്ത ചോദ്യം: ആര് എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോഴാണ് സാമുവൽ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചത്? ഉത്തരം: ശത്രുക്കൾ. അടുത്ത ചോദ്യം: ശത്രുക്കൾ എല്ലാ വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും ഡാഷിനെ ബലി അർപ്പിക്കുകയും ചെയ്തു? ഉത്തരം: മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ. അടുത്ത ചോദ്യം: സാമുവൽ മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചപ്പോൾ കർത്താവ് ചെയ്തത് എന്ത്? കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അടുത്ത ചോദ്യം: കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കിയപ്പോൾ സംഭവിച്ചത് എന്ത്? ഉത്തരം: അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങി. അടുത്ത ചോദ്യം: ഡാഷിലെ ജനനേതാക്കളെയും ഡാഷിലെ ഭരണാധികാരികളെയും അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്തു? ഉത്തരം: ടൈറിലെ ജനനേതാക്കളെയും ഫിലിസ്തീൻ ഭരണാധികാരികളെയും. ഫിലിസ്തീനരുടെ ആരെയാണ് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പ്രഭാഷകൻ 46:18 പറയുന്നത്? ഉത്തരം: ഭരണാധികാരികളെ. അടുത്ത ചോദ്യം: ആരാണ് കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ ജനത്തെ സാക്ഷി നിർത്തി ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല എന്ന് വിളിച്ചു പറഞ്ഞത്? ഉത്തരം: സാമുവൽ. അടുത്ത ചോദ്യം: കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ ജനത്തെ സാക്ഷി നിർത്തി ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല എന്ന് സാമുവൽ വിളിച്ചു പറഞ്ഞത് എപ്പോൾ? ഉത്തരം: നിത്യനിദ്രയ്ക്ക് മുൻപായി. അടുത്ത ചോദ്യം: ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, എന്തുപോലും എടുത്തിട്ടില്ല എന്നാണ് സാമുവൽ നിത്യനിദ്രയ്ക്ക് മുൻപായി വിളിച്ചു പറഞ്ഞത്? ഉത്തരം: ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. അടുത്ത ചോദ്യം: ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല എന്ന് പ്രഭാഷകൻ 46:19 കാണുന്നത് ആരെക്കുറിച്ച്? ഉത്തരം: സാമുവലിനെ കുറിച്ച്. അടുത്ത ചോദ്യം: ഡാഷിന് ശേഷം പോലും സാമുവൽ പ്രവചിച്ചു എന്നാണ് പ്രഭാഷകൻ 46:20 നാം വായിക്കുന്നത്? ഉത്തരം: നിദ്ര പ്രാപിച്ചതിന് ശേഷം. അടുത്ത ചോദ്യം: ആരെയാണ് സാമുവൽ തൻ്റെ മരണം മുൻകൂട്ടി അറിയിച്ചത്? രാജാവിനെ. അടുത്ത ചോദ്യം: ജനത്തിൻ്റെ ഡാഷ് മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരം ഉയർത്തി പ്രവചിച്ചു? ഉത്തരം: ദുഷ്ടത. അടുത്ത ചോദ്യം: ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ എന്തിൽ നിന്നാണ് സാമുവൽ സ്വരം ഉയർത്തി പ്രവചിച്ചത്? ഉത്തരം: മണ്ണിൽ നിന്ന്. അടുത്ത ചോദ്യം: പ്രഭാഷകൻ 46:1 സമാന വാക്യം ഏത്? ഉത്തരം: സംഖ്യ 27:18.